Hi all, welcome to the world of statistics. Today we are starting a new topic for BSc Maths, Statistics or Economics or whatever, and for MSc students also. അപ്പോൾ MScക്കും BScക്കും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത്, ട്രാൻസ്ഫർമേഷൻ ഇൻ യൂണിവേരിയേറ്റ് കേസ്. ആൻഡ് മോർ ഓവർ ഒരു കാര്യം കൂടെ പറയാം, നമ്മൾ ഉടനെ തന്നെ റിസർച്ച് ഓഫീസറിന്റെ ക്ലാസ്സും കൂടെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ക്ലാസ് ഇൻ ദ സെൻസ് നമ്മൾ വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, so waiting for that. And now we start transformation in univariate case. Okay. അപ്പോൾ ആക്ച്വലി നമുക്കറിയാം റാൻഡം വേരിയബിൾസ് യൂണിവേരിയേറ്റ് കേസ് മാത്രമല്ല ഉള്ളത്, യൂണിവേരിയേറ്റും ബൈവേരിയേറ്റും ഉണ്ട് റാൻഡം വേരിയബിൾസ്. അതായത് എക്സ് എന്ന് പറയുന്ന ഒരു റാൻഡം വേരിയബിളും ഉണ്ട്, എക്സ് ആൻഡ് വൈ എന്ന് പറയുന്ന രണ്ട് റാൻഡം വേരിയബിൾസിന്റെ കേസും വരാറുണ്ട്. തൽക്കാലം നമ്മൾ ഇന്ന് ഒരു റാൻഡം വേരിയബിളിന്റെ കേസ് ആണ് പറയാൻ ഉദ്ദേശിക്കുന്നത്, യൂണിവേരിയേറ്റ് കേസ്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ജക്കോബിയൻ ഓഫ് ബൈവേരിയേറ്റ് ടു റാൻഡം വേരിയബിളിന്റെ കേസ് എടുക്കാം. ഓക്കെ, അപ്പോ എന്താണ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, ട്രാൻസ്ഫർമേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതായത് നമുക്കൊരു റാൻഡം വേരിയബിൾ ഉണ്ട്, സേ എക്സ്. ഓക്കെ, ഈ എക്സിനെ പറ്റിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാം. ഇതിന്റെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ അറിയാം, അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ അറിയാം, ഇതിന്റെ റേഞ്ച് അറിയാം. അങ്ങനെ എക്സിനെ പറ്റി നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എക്സിന്റെ ഒരു ഫംഗ്ഷൻ സേ ജി ഓഫ് എക്സ് എടുക്കുന്നു. ഈ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാവാം? 1/x ആവാം, എക്സ് സ്ക്വയർ ആവാം, ഇ റീസ് ടു എക്സ് ആവാം, ലോഗ് എക്സ് ആവാം, 2x + 3 ആവാം, whatever. എന്നിട്ട് അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നു. ദാറ്റ് ഈസ് നോൺ ആസ് ട്രാൻസ്ഫർമേഷൻ ഇൻ യൂണിവേരിയേറ്റ് കേസ്. അപ്പൊ നമ്മുടെ കയ്യിൽ ഡിസ്ക്രീറ്റോ കണ്ടിന്യൂസോ ആയിട്ടുള്ള ഒരു റാൻഡം വേരിയബിൾ ഉണ്ട്, സേ എക്സ്. അതിന്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാം, സേ PM4 PDF, അതിന്റെ റേഞ്ച്, whatever, അതെല്ലാം നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ആ എക്സിന്റെ ഫംഗ്ഷന്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ നമ്മൾ കണ്ടുപിടിക്കണം. അതിനെയാണ് നമ്മൾ യൂണിവേരിയേറ്റ് കേസിലെ ട്രാൻസ്ഫർമേഷൻ അല്ലെങ്കിൽ ജക്കോബിയൻ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ, ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എക്സിന്റെ വാല്യൂസ് ഒക്കെ വളരെ ഡിസ്റ്റിങ്ക്റ്റ് ആണ്. ഒന്ന് കഴിഞ്ഞാൽ അടുത്തത് ഏതാണെന്ന് അറിയാം. സോ ഇറ്റ്സ് എ ഡിസ്ക്രീറ്റ് കേസ്. അപ്പൊ ഇവിടെ നമുക്ക് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്നാണ് വരേണ്ടത്. പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ അങ്ങനെ പെർഫെക്റ്റ് ആയിട്ടൊന്നും തരുമൊന്നുമില്ല, നമ്മൾ തന്നെ നോക്കി മനസ്സിലാക്കേണ്ടി വരും. അപ്പോൾ ഹിയർ ഇറ്റ് ഇസ് എ ഡിസ്ക്രീറ്റ് കേസ് ബിക്കോസ് ദ വാല്യൂസ് ഓഫ് ദ റാൻഡം വേരിയബിൾസ് ആർ ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് വി നോ വിച്ച് ഇസ് ദ സെക്കൻഡ് വാല്യൂ അല്ലെങ്കിൽ നെക്സ്റ്റ് വാല്യൂ. ഒന്ന് കഴിഞ്ഞാൽ രണ്ടാണ്, രണ്ട് കഴിഞ്ഞാൽ മൂന്നാണ്, നമുക്ക് കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്നുണ്ട്. സോ എക്സ് ഈസ് എ ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 2x + 3യുടെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ആണ്. അപ്പൊ ഇത് പറയുന്നതിന് മുന്നേ കുറച്ച് തിയററ്റിക്കൽ കോൺസെപ്റ്റ് പറയാം. ആദ്യമായിട്ട് ഡിസ്ക്രീറ്റ് കേസ് ആണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. റാൻഡം വേരിയബിൾ ഡിസ്ക്രീറ്റ് ആവുന്ന കേസ് ആണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മുടെ കയ്യിൽ എക്സ് എന്ന് പറയുന്ന ഒരു റാൻഡം വേരിയബിൾ ഉണ്ട്. ഇതിന്റെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ഡിസ്ക്രീറ്റ് ആണല്ലോ. അപ്പൊ പി ഓഫ് എക്സ് നമുക്ക് അറിയാം, ആൻഡ് ഓൾസോ അതിന്റെ റേഞ്ചും കാര്യങ്ങളും ഒക്കെ അറിയാം. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ റാൻഡം വേരിയബിളിന്റെ ഒരു ഫംഗ്ഷന്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ ആണ്. അതിനെ ഞാൻ ക്യാപിറ്റൽ വൈ എന്ന് വിളിച്ചു. ആ ഫംഗ്ഷൻ എന്തോ ആയിക്കോട്ടെ, ഞാൻ അതിനെ വൈ എന്ന് വിളിച്ചു. ഇനി നമുക്ക് വേണ്ടത്, നമുക്ക് എക്സിന്റെ എല്ലാം അറിയാം, ജി ഓഫ് എക്സിന്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ കണ്ടുപിടിക്കണം. ഇനി നമുക്ക് വേണ്ടത് ജി ഓഫ് എക്സിന്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ ആണല്ലോ. അവിടെ രണ്ട് കേസുകളാണ് നോർമലി അറൈസ് ചെയ്യാറുള്ളത്. ഒന്ന്, നമ്മൾ ആദ്യം നോക്കേണ്ടത്, അതായത് ഇങ്ങനെയുള്ള ഒരു കാര്യം കണ്ടുപിടിക്കാനായിട്ട്, അതായത് ജി ഓഫ് എക്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആദ്യം നോക്കേണ്ടത് ഈ ജി ഓഫ് എക്സ് എന്താണോ എന്നുള്ളതാ, 1/1 ഫംഗ്ഷൻ ആണോ. ഈ ജി ഓഫ് എക്സ് അല്ലെങ്കിൽ വൈ എന്ന് പറയുന്നത് 1/1 ഫംഗ്ഷൻ ആണോ നോക്കണം. ഈ 1/1 ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, 1 and only 1 ഇമേജ്. എക്സിന് ഓരോ വാല്യൂസ് കൊടുക്കുമ്പോഴും ജി ഓഫ് എക്സ് ഒരൊറ്റ ഇമേജിലോട്ട് മാത്രം മാപ്പ് ചെയ്യണം. അതാണ് 1/1 ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാ വൈയുടെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കണ്ടുപിടിക്കുക? അത് നമുക്ക് ജി ഓഫ് വൈ എന്ന് വിളിക്കാം അല്ലെ.
പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷന്റെ ഡെഫിനിഷൻ എന്താ? P of x is equal to probability of x equal to small x. So here probability of y equal to small y. Y എന്താ? G of x equal to y. എന്നിട്ട് അതിന് x equal to എന്ന് പറഞ്ഞ് കണ്ടുപിടിച്ചാൽ മതി. അതിപ്പോ ഒരു പ്രോബ്ലം കാണുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആവും. ഇനി 1 1 അല്ലെങ്കിലോ? 1 1 അല്ലെങ്കിൽ എങ്ങനെയാ കണ്ടുപിടിക്കുക? അതിന് വേറൊരു മെത്തേഡ് ഉണ്ട്. അത് ഒരു പ്രോബ്ലം വരുമ്പോൾ കാണിച്ചു തരാം. ഇനി കണ്ടിന്യൂസ് കേസിലാണെങ്കിലോ? ഇതേപോലെ തന്നെ എക്സിനെ പറ്റി നമുക്ക് എല്ലാം അറിയാം. അതിന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ, അതിന്റെ റേഞ്ചും കാര്യങ്ങളും ഒക്കെ അറിയാം. ദെൻ നമുക്കൊരു ജി ഓഫ് എക്സിന്റെ കണ്ടുപിടിക്കണം. അതിനെ നമ്മൾ ജി ഓഫ് വൈ എന്ന് വിളിക്കും. ഇവിടെയും രണ്ട് സിറ്റുവേഷൻസ് ആണ് വരുന്നത്. ഒന്ന്, ആദ്യം നമ്മൾ 1 1 ആണോ എന്ന് നോക്കണം. 1 1 ആണെങ്കിൽ ജി ഓഫ് വൈ എങ്ങനെ കണ്ടുപിടിക്കാം? ജി ഓഫ് വൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ബൈ മോഡ് ഡി വൈ ബൈ ഡി എക്സ്. എഫ് ഓഫ് എക്സ് ബൈ മോഡ് ഡി വൈ ബൈ ഡി എക്സ്. അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ എഴുതാം? എഫ് ഓഫ് എക്സ് ഇൻറ്റു മോഡ് ഡി എക്സ് ബൈ ഡി വൈ. ഇങ്ങനെ രണ്ട് രീതിക്ക് ഇതിന്റെ ഇക്വേഷൻ വരാറുണ്ട്. നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഇക്വേഷൻ ആണ്. എഫ് ഓഫ് എക്സ് ബൈ, അതായത് എക്സിന്റെ അറിയാലോ നമുക്കെല്ലാം, അതിന്റെ പി ഡി എഫ് ഡിവൈഡഡ് ബൈ ഡി വൈ ബൈ ഡി എക്സ്. ആ വൈയെ ഒരു തവണ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്തെടുക്കുക. ഓക്കെ. ഇനി 1 1 അല്ലെങ്കിലോ? 1 1 അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 1 1 അല്ലാത്ത സിറ്റുവേഷനിൽ, കണ്ടിന്യൂസ് കേസിൽ നമ്മൾ സി ഡി എഫ് ആണ് കണ്ടുപിടിക്കുക. നമുക്ക് ഡയറക്റ്റ് പി ഡി എഫ് കണ്ടുപിടിക്കാൻ പറ്റില്ല. സി ഡി എഫ്, ക്യാപിറ്റൽ ജി ഓഫ് വൈ ആണ് കണ്ടുപിടിക്കുക. പ്രോബബിലിറ്റി ഓഫ് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്മോൾ വൈ. ഇതാണ് കണ്ടുപിടിക്കുക. അതിനുശേഷം നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ജി ഓഫ് വൈ കണ്ടുപിടിക്കും. അപ്പോ തിയറട്ടിക്കൽ കോൺസെപ്റ്റ് ജസ്റ്റ് ഇത്രയൊന്ന് അറിഞ്ഞു വെക്കുക. പ്രോബ്ലം ചെയ്യുമ്പോൾ ബാലൻസ് കുറച്ചും കൂടി മനസ്സിലാവും. ഓക്കെ. അപ്പൊ ഇതാണ് ജേക്കോബിയൻ അല്ലെങ്കിൽ യൂണിവേരിയേറ്റ് ട്രാൻസ്ഫർമേഷന്റെ തിയറട്ടിക്കൽ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. നമുക്ക് എന്തായാലും ഒരു ഫസ്റ്റ് പ്രോബ്ലം നോക്കാം. If x is a random variable with p of x is equal to m raised to x into e raised to minus m by x factorial, x equal to 0, 1, 2, etc. Find the PDF of, അതായത് y equal to x square എന്നത് കണ്ടുപിടിക്കണം. ആദ്യം നമ്മൾ നോക്കേണ്ടത് തന്നിട്ടുള്ളത് ഡിസ്ക്രീറ്റ് ആണോ കണ്ടിന്യൂസ് ആണോ എന്നാണ്. ഇവിടെ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും തന്നിട്ടുള്ളത് ഒരു ഡിസ്ക്രീറ്റ് കേസ് ആണ്. എന്തുകൊണ്ടാ? എക്സിന്റെ റേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ 0, 1, 2, etc. അപ്പോ ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂസ് ആണ്. ഒന്ന് കഴിഞ്ഞാൽ അടുത്തത് ഏതാണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. സോ ഇറ്റ്സ് എ ഡിസ്ക്രീറ്റ് കേസ്. അപ്പൊ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് വേണം പറയാൻ. പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ അങ്ങനെ ആവണമെന്ന് നിർബന്ധമില്ല. ഇനി നമുക്ക് വേണ്ടത് y ഈക്വൽ ടു എക്സ് സ്ക്വയറിന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ ആണ്, മാസ് ഫംഗ്ഷൻ ആണ്. ഓക്കെ. അതിന് ആദ്യം എന്താ നോക്കണ്ടേ? y ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നുള്ളത് 1 1 ആണോ? കൊടുത്തു നോക്ക്. എക്സിന് 0 കൊടുക്കുമ്പോ y ഈക്വൽ ടു 0. എക്സിന് 1 കൊടുക്കുമ്പോ x ഈക്വൽ ടു 1 ആവുമ്പോ y ഈക്വൽ ടു 1. ആൻഡ് x ഈക്വൽ ടു 2 ആവുമ്പോ y ഈക്വൽ ടു 4, എക്സെട്ര. സോ എന്തായാലും ഇത് എന്താവില്ല? 1 1 അല്ലാതെ ആവില്ല. 1 1 ആണ്. ബിക്കോസ് 1 ആൻഡ് ഓൺലി 1 ഇമേജ് മാത്രമേ ഉള്ളൂ. സോ ഇറ്റ്സ് എ 1 1 ഫംഗ്ഷൻ. അപ്പൊ ഇനി എന്ത് ചെയ്യാം? ജി ഓഫ് വൈ കണ്ടുപിടിക്കാൻ. ജി ഓഫ് വൈ ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് y ഈസ് ഈക്വൽ ടു സ്മോൾ y. ഇത് ഡെഫിനിഷൻ ആണ്, നോർമൽ ഡെഫിനിഷൻ ആണ്. ദെൻ പ്രോബബിലിറ്റി ഓഫ് ക്യാപിറ്റൽ Y എന്തായിരുന്നു? എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു സ്മോൾ y. ഇനി പ്രോബബിലിറ്റി ഓഫ്, അപ്പൊ കാര്യം നമുക്ക് x ഈക്വൽ ടു ആക്കണം. കാര്യം നമുക്ക് എക്സിനെ പറ്റി എല്ലാം അറിയാം.
എന്ന് പറഞ്ഞാൽ എക്സിന്റെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ അറിയാം, അതിന്റെ റേഞ്ചും അറിയാം. പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു സ്മോൾ എക്സ്. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു സ്മോൾ എക്സ് അറിയാം. അപ്പൊ ഇതിനെ എക്സ് ഈക്വൽ ടു എന്നുള്ള ഫോമിലാക്കിയാൽ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? അതല്ലേ നമുക്ക് എളുപ്പം. ആ പി ഓഫ് എക്സ് ഈക്വൽ ടു സ്മോൾ എക്സ് ആണ് ഈ തന്നിരിക്കുന്ന എം റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു മൈനസ് എം ബൈ എക്സ് ഫാക്ടോറിയൽ. അപ്പൊ അതിലിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? അതല്ലേ നമുക്ക് എളുപ്പം. അപ്പൊ എക്സ് ഈക്വൽ ടു റൂട്ട് വൈ. അപ്പൊ ചോദിക്കും എക്സ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് വൈ അല്ലേ വരിക? ഇവിടെ നമുക്ക് എക്സിന് പോസിറ്റീവ് വാല്യൂസ് മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ റൂട്ട് വൈ എടുത്താൽ മതി. മൈനസ് റൂട്ട് വൈ എടുത്താൽ എക്സിന് നെഗറ്റീവ് വാല്യൂസും വരും. നമുക്ക് ശരിക്കും തന്നിരിക്കുന്ന എക്സിന്റെ റേഞ്ചിൽ നെഗറ്റീവ് വാല്യൂസ് ഇല്ല. അപ്പൊ നമ്മൾ നെഗറ്റീവ് എടുക്കേണ്ട ആവശ്യമില്ല. സോ ഇറ്റ്സ് റൂട്ട് വൈ. അപ്പൊ പി ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് വൈ. അതായത് നമുക്കറിയാം പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു സ്മോൾ എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എം റേസ് ടു എക്സ് ബൈ എക്സ് ഫാക്ടോറിയൽ. ആ സ്മോൾ എക്സിന്റെ സ്ഥാനത്ത് റൂട്ട് വൈ വന്നു എന്നല്ലേ ഉള്ളൂ. അപ്പൊ എന്ത് വരും? ഇ റേസ് ടു മൈനസ് എം റേസ് ടു റൂട്ട് വൈ ബൈ റൂട്ട് വൈ ഫാക്ടോറിയൽ. റൂട്ട് വൈ ഫാക്ടോറിയൽ കഴിഞ്ഞു. പക്ഷേ ഒരു പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ വി വോണ്ട് ഇറ്റ്സ് റേഞ്ച് ഓൾസോ. അതിന്റെ റേഞ്ചും കൂടെ വേണം. അതായത് വൈയുടെ റേഞ്ച്. വൈയുടെ റേഞ്ച് എന്താ? എക്സ് 0 ആയാൽ 0, എക്സ് 1 ആയാൽ 1, എക്സ് 2 ആയാൽ 4, എക്സെട്ര. അപ്പൊ അതും കിട്ടി. ഇത്രയേ ഉള്ളൂ. ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, ജി ഓഫ് വൈ എഴുതി വരുമ്പോ അത് ഇൻ ടേംസ് ഓഫ് വൈ ആയിരിക്കണം. ബിക്കോസ് നമ്മൾ വൈയുടെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോ ദ ഫൈനൽ ആൻസർ വിൽ ബി ജി ഓഫ് വൈ ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എം റേസ് ടു റൂട്ട് വൈ ബൈ റൂട്ട് വൈ ഫാക്ടോറിയൽ y is equal to 0, 1, 4, etc. ഓക്കെ അല്ലേ? ഇതാണ് യൂണിവേരിയേറ്റ് കേസിലെ ഡിസ്ക്രീറ്റിന്റെ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി നമ്മൾ കുറച്ചു മുന്നേ ഒരു ക്വസ്റ്റ്യൻ കാണിച്ചില്ലേ? അതും കൂടി എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. അതെന്തായിരുന്നു? എക്സിന്റെ വാല്യൂസ് 1, 2, 3 and 4. P of x in the values 1 by 3, 1 by 4, 1 by 6 and final 1 by 4. നമുക്ക് വേണ്ടത് y equal to 2x plus 3യുടെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആയിരുന്നു. നമ്മൾ ഫസ്റ്റിലെ കാണിച്ച ക്വസ്റ്റ്യൻ അല്ലേ? അപ്പൊ ഇതെങ്ങനെ ചെയ്യാം? ഇത് നോക്കണം. y ഒരു 1, 1 ഫംഗ്ഷൻ ആണോ? യെസ്, ഓഫ് കോഴ്സ് അല്ലേ? എന്തുകൊണ്ടാ? എക്സിന്റെ ഓരോ വാല്യൂക്കും വൈക്കും ഡിഫറെന്റ് വാല്യൂസ് ആണ് കിട്ടുക. കാരണം എക്സിന് 1 കൊടുത്താൽ വൈ എന്ത് വരും? 2 plus 3, that is 5. And എക്സിന് 2 കൊടുത്താൽ വൈ എന്ത് വരും? 2 into 2 plus 3, that is 7. എക്സിന് 3 കൊടുത്താൽ വൈ എന്ത് വരും? 2 into 3 plus 3, 9. And finally എക്സിന് 4 കൊടുത്താൽ വൈ എന്ത് വരും? 2 into 4 plus 3, 11. So distinct values ആണ്. So it's also 1, 1 function. ഇനി ഒന്നുമില്ല, സാധാ ചെയ്യുന്ന പോലെ g of y is equal to probability of y equal to small y. ഇവിടെ നമുക്ക് yക്ക് 2x plus 3 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ചെയ്യുന്നതിനേക്കാളും എളുപ്പം. അതായത് ഇവിടെ y 2x plus 3 ആണല്ലോ, അത് ഈക്വൽ ടു y എന്ന് കൊടുത്ത് ചെയ്യുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ട് ആവും. ഇവിടെ നമുക്ക് ഡിസ്റ്റിങ്ക്റ്റ് വാല്യൂസ് ആയിട്ട് ഉണ്ടല്ലോ. മറ്റേടത്ത് 0, 1, 2, 3 എക്സെട്ര, പിന്നെ p of x ഒരു ഡിസ്റ്റിങ്ക്റ്റ് ഫോമും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്കത് അങ്ങനെ ചെയ്യാൻ പറ്റിയത്. ഇവിടെ നമുക്ക് ഓരോരോ വാല്യൂസ് ആയിട്ട് തന്നെ കൊടുക്കാം, അതല്ലേ നല്ലത്? അപ്പൊ ആദ്യം y equal to 5. അപ്പൊ എന്ത് വരും? g of 5 is equal to probability of y is equal to 5. Probability of y is equal to 5 വന്ന എപ്പോഴാ? x ന്റെ വാല്യൂ 1 ആയപ്പോ. So the probability is 1 by 3. സിമ്പിൾ അല്ലേ? കാര്യം x ന് 1 കൊടുത്തോണ്ടാണ് നമുക്ക് y ക്ക് 5 കിട്ടിയത്. y 5 എന്ന് പറഞ്ഞാൽ x 1 എന്നാണ് അർത്ഥം. അതേപോലെ y is equal to 7. അതെപ്പോഴാ വന്ന നമുക്ക്? x ന് 2 കൊടുത്തപ്പോ. So that probability is also 1 by 4.
അതുപോലെ വൈക്ക് 9 വന്നത് എപ്പോഴാ? എക്സിന് 3 കൊടുത്തപ്പോ. That probability 1/6. Finally, വൈക്ക് 11 വന്നത് എപ്പോഴാ? എക്സിന് 4 കൊടുത്തപ്പോ. ആ പ്രോബബിലിറ്റി 1/4. അപ്പൊ നമുക്ക് വൈയുടെ പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ എഴുതാം. വൈയുടെ വാല്യൂസ് 5, 7, 9, 11. And g of y is same 1/4, 1/3, 1/4, 1/6, 1/4. സിമ്പിൾ അല്ലേ? അപ്പൊ ഇതാണ് ഡിസ്ക്രീറ്റ് കേസിൽ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട രീതി. ഓക്കെ, ഇനി കണ്ടിന്യൂസ് കേസ് വന്നാലോ എങ്ങനെ ചെയ്യാൻ പറ്റാം? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ കണ്ടിന്യൂസ് കേസ് വന്നു കഴിഞ്ഞാൽ ആദ്യം എന്താ നോക്കണ്ടേ? 1, 1 ആണോ? ഇവിടെ എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് തന്നിട്ടുള്ളത് e raised to minus x, x greater than 0. ഇത് കണ്ടിന്യൂസ് കേസ് ആണ്. കാര്യം എക്സ് ഗ്രേറ്റർ ദാൻ 0 ഏത് വാല്യൂ വേണമെങ്കിലും വരാം. ഇനി y is equal to root x. ഇത് 1, 1 ആണോ 1, 1 അല്ലേ ഒന്ന് നോക്കണം. എക്സിന് ചുമ്മാ വാല്യൂസ് കൊടുത്ത് നോക്കിക്കോ. 0, 1, 2, 3 എക്സെട്ര. എന്തായാലും റിപ്പീറ്റ് വാല്യൂസ് വരില്ല എക്സ്പോണൻഷ്യലിന്, അല്ലെ? അതൊരു ഇൻക്രീസിംഗ് ഫംഗ്ഷൻ ആണ്. സോ ഇതൊരു 1, 1 ഫംഗ്ഷൻ ആണ്. അപ്പൊ എങ്ങനെയായിരുന്നു ജി ഓഫ് വൈ? ചുമ്മാ ഇക്വേഷനിൽ കൊടുത്താൽ മതി. എഫ് ഓഫ് എക്സ് ബൈ മോഡ് ഡി വൈ ബൈ ഡി എക്സ്. എഫ് ഓഫ് എക്സ് എന്താ? ഇ റീസ് ടു മൈനസ് എക്സ്. ഡി വൈ ബൈ ഡി എക്സ് എന്താ? അതായത് y ഈക്വൽ ടു റൂട്ട് എക്സിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. റൂട്ട് എക്സിന്റെ ഡിഫറൻഷിയേഷൻ എന്താ? 1/2 റൂട്ട് എക്സ്. അപ്പൊ dy by dx 1/2 റൂട്ട് എക്സ്. അതും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മോഡ് 1/2 റൂട്ട് എക്സ്. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ കണ്ടുപിടിക്കുന്ന വൈയുടെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണല്ലോ. അപ്പൊ അതിൽ പിന്നെ എക്സ് ഉണ്ടാവാൻ പാടില്ല. സോ ഇ റേസ് ടു മൈനസ് y ഈക്വൽ ടു റൂട്ട് എക്സ് ആണെങ്കിൽ എക്സ് എന്തായിരിക്കും? y സ്ക്വയർ ആയിരിക്കും. സോ ഇ റേസ് ടു മൈനസ് y സ്ക്വയർ ബൈ പിന്നെ 1/2 റൂട്ട് എക്സ്. എക്സ് പോസിറ്റീവ് ആയതുകൊണ്ട് മോഡ് കൊടുക്കേണ്ട ആവശ്യമില്ല, അത് പോസിറ്റീവ് വാല്യൂസ് ആയിരിക്കും. സോ 1/2 റൂട്ട് എക്സ് എന്താ? y. അപ്പൊ എല്ലാം വൈയിലായില്ലേ? സോ 2y ഇ റേസ് ടു മൈനസ് y സ്ക്വയർ. 2y ഇ റേസ് ടു മൈനസ് y സ്ക്വയർ. കഴിഞ്ഞില്ല. ഇത് കംപ്ലീറ്റ് ആവണമെങ്കിൽ ഒബ്വിയസ്ലി ഇവിടെ എന്ത് വേണം? വൈയുടെ റേഞ്ചും കൂടെ വേണം. എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണ്. അപ്പൊ റൂട്ട് എക്സ് എന്തായിരിക്കും? എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 0 തന്നെ ആയിരിക്കും. സോ y ഗ്രേറ്റർ ദാൻ 0. അപ്പൊ ഇങ്ങനെയാണ് യൂണിവേരിയേറ്റ് കേസിൽ കണ്ടിന്യൂസിൽ നമ്മൾ പ്രോബ്ലംസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എക്സ് n01 ആണ്. എക്സ് n01 എന്ന് പറഞ്ഞാൽ എന്താ? നോർമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് മീൻ 0 ആൻഡ് വേരിയൻസ് 1. അതായത് എക്സ് ഫോളോ ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് നോർമൽ ആണ്. അപ്പൊ എഫ് ഓഫ് എക്സ് എന്താ? അപ്പൊ ഇങ്ങനെ മാത്രം തന്ന എഫ് ഓഫ് എക്സ് നമ്മൾ എഴുതണം. എന്താ? 1/√2π ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ബൈ 2. എക്സ് മൈനസ് ഇൻഫിനിറ്റി ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഇൻഫിനിറ്റി. ഓക്കെ, അപ്പൊ എഫ് ഓഫ് എക്സ് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് y ഈക്വൽ ടു എക്സ് സ്ക്വയറിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ്. ഇത് 1, 1 ആണോ? ഇവിടെ ചെറിയ പ്രശ്നമുണ്ട്. എക്സിന് നെഗറ്റീവ് വാല്യൂസും ഉണ്ട്, പോസിറ്റീവ് വാല്യൂസും ഉണ്ട്. അപ്പോ ഇവിടെ എക്സിന് 1 കൊടുത്താലും -1 കൊടുത്താലും y എന്ത് വരും? 1 വരും. സോ ഇറ്റ് ഈസ് നോട്ട് 1, 1 ഫംഗ്ഷൻ. ഇതൊരു 1, 1 ഫംഗ്ഷൻ അല്ല. അപ്പൊ കഴിഞ്ഞില്ലേ? നമുക്ക് പഴയ പ്രൊസീജിയർ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് വേണം? ആദ്യം ഫസ്റ്റ് വി ഫൈൻഡ് ഔട്ട് ക്യാപിറ്റൽ ജി ഓഫ് വൈ. ഇവിടെ നമ്മൾ ക്യാപിറ്റൽ ജി ഓഫ് വൈ ആണ് കണ്ടുപിടിക്കുക. ക്യാപിറ്റൽ ജി ഓഫ് വൈ എന്ന് പറഞ്ഞാൽ എന്താ? ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ, CDF.
എന്നിട്ട് അതിൽ നിന്നാണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നത്? CDF കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഐ മീൻ PDF കണ്ടുപിടിക്കുന്നത്. സോ ഇവിടെ probability of y less than or equal to small y. So that is probability of capital Y എന്തായിരുന്നു? x square less than or equal to small y. ഇത് പ്ലസ് ഓർ മൈനസ് റൂട്ട് y എടുക്കാം. അപ്പൊ ഇതിനെ എങ്ങനെ എഴുതാം? x less than or equal to plus or minus root y. That means probability of minus root y less than or equal to x less than or equal to root y. സിമ്പിൾ അല്ലേ? അപ്പൊ ഇത് 1 അല്ലാത്തത് കൊണ്ട് നമുക്ക് ഡയറക്റ്റ് PDF കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ആദ്യം CDF കണ്ടുപിടിക്കും. അതിനെ നമ്മൾ എഴുതി ഇങ്ങനെ എത്തി. ഇനി ഇതിനെ എങ്ങനെ എഴുതാം? Which is equal to capital F of root y minus capital F of minus root y. അതായത് probability of a less than or equal to x less than or equal to b is equal to f of b minus f of a. അത് നമ്മൾ CDF ന്റെ പ്രോപ്പർട്ടീസിൽ പഠിക്കുന്നതാണ്. ഇനി നമുക്ക് വേണ്ടത് CDF അല്ല, PDF ആ. അതായത് സ്മോൾ g of y ആ വേണ്ടേ. കണ്ടിന്യൂസ് കേസിൽ CDF അറിയാമെങ്കിൽ PDF കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എങ്ങനെയാ? d by dy of capital G of y. അതായത് CDF നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. അതും നമ്മൾ പ്രോപ്പർട്ടീസിൽ പഠിക്കുന്നതാണ്. CDF നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. സോ d by dy of G of y. അതായത് d by dy of f of root y minus f of minus root y. ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. ആദ്യം ക്യാപിറ്റൽ F of root y നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ക്യാപിറ്റൽ F ന്റെ ഡിഫറൻസിയേഷൻ എന്താ? സ്മോൾ f of root y ഇൻറ്റു അകത്തൊരു റൂട്ട് y ഉണ്ട്. റൂട്ട് y യുടെ ഡിഫറൻസിയേഷൻ 1/2 റൂട്ട് y മൈനസ് ക്യാപിറ്റൽ F of മൈനസ് റൂട്ട് y യുടെ ഡിഫറൻസിയേഷൻ ദാറ്റ് ഇസ് f of മൈനസ് റൂട്ട് y ഇൻറ്റു മൈനസ് 1/2 റൂട്ട് y മൈനസ് റൂട്ട് y യുടെ ഡിഫറൻസിയേഷൻ. ശരിയല്ലേ? അപ്പൊ ഇതിനെ എങ്ങനെ എഴുതാം? which is equal to f of root y into 1/2 root y plus 1/2 root y f of minus root y. ഇനി എന്താ? 1/2 root y into f of root y യുടെ വാല്യൂ ഇട്ട് കൊടുക്കാം. f of x ഇതാണ്. അങ്ങനെയാണ് f of root y എന്താ? x ന്റെ സ്ഥാനത്ത് root y കൊടുത്താൽ മതി. അപ്പൊ 1/√2 pi e raised to minus y by 2 x square y ആണല്ലോ പ്ലസ് 1/2 root y e raised to minus root y. അതിപ്പം പ്ലസ് റൂട്ട് y കൊടുത്താലും മൈനസ് റൂട്ട് y കൊടുത്താലും x സ്ക്വയർ എന്ന് പറയുന്നത് y ആയിക്കോളും. സ്ക്വയർ അല്ലേ? അപ്പൊ മൈനസ് y by 2. So this is 2 into 1/2 root y e raised to minus y by 2 which is equal to എന്ത് വരും? y ഒരു റൂട്ട് 2 പൈ ഉണ്ട്. അപ്പൊ എന്ത് വരും? 1/√2 pi ഈ 2 ക്യാൻസൽ ആയിട്ട് റൂട്ട് y മേലെ പോകും. സോ y raised to 1/2 y raised to minus 1/2 e raised to minus y by 2. ഇതാണ് സ്മോൾ g of y. അതായത് y equal to x സ്ക്വയറിന്റെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ. കഴിഞ്ഞില്ല, y യുടെ റേഞ്ച് വേണം. x എന്താ? മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ആണ്. അപ്പൊ എക്സ് സ്ക്വയറോ? 0 to infinity. കാര്യം സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 0 മുതലുള്ള വാല്യൂസ് അല്ലേ വരുള്ളൂ. സോ ദിസ് ഇസ് PDF of y equal to x square. ഇതാണ് യൂണിവേരിയേറ്റ് കേസിലെ ജക്കോബിയൻ അല്ലെങ്കിൽ യൂണിവേരിയേറ്റ് കേസിലെ ട്രാൻസ്ഫോർമേഷൻ. നമുക്കൊരു റാൻഡം വേരിയബിളിനെ അറിയാം ഭംഗിയായിട്ട്. അങ്ങനെ ആണെങ്കിൽ അതിന്റെ ഒരു ഫംഗ്ഷന്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ കണ്ടുപിടിക്കും. അത് നമ്മൾ ആദ്യം നോക്കേണ്ടത് either it is discrete or continuous. അതിനുശേഷം is it 1/1 or not 1/1. 1/1 ആണെങ്കിൽ ഒരു മെത്തേഡ്, 1/1 അല്ലെങ്കിൽ ഒരു മെത്തേഡ്. അങ്ങനെയാണ് ഇത് ചെയ്യാം. ഓക്കെ.
അപ്പൊ നമുക്ക് ഇപ്പൊ കിട്ടിയ ഒരു ഡെൻസിറ്റി ഫംഗ്ഷൻ എങ്ങനെയായിരുന്നു? ക്യാപിറ്റൽ ജി ഓഫ് വൈ കിട്ടിയത് എഫ് ഓഫ് റൂട്ട് വൈ മൈനസ് എഫ് ഓഫ് മൈനസ് റൂട്ട് വൈ. പിന്നെ നമുക്ക് സ്മോൾ ജി ഓഫ് വൈ കിട്ടി 1/√2π y raised to minus 1/2 e raised to minus y/2 y greater than 0. അപ്പോൾ ഇതാണ് യൂണിവേരിയേറ്റ് കേസിലെ ജക്കോബിയൻ. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ബൈവേരിയേറ്റിന്റെ എടുക്കാം. ഈ x/x+y ഒക്കെ വരുന്ന ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ഉണ്ടല്ലോ, x/y, അതായത് രണ്ടും കൂടെ വരുന്നത്. അപ്പൊ നമുക്ക് യു വി എന്ന് പറഞ്ഞിട്ട് രണ്ട് ട്രാൻസ്ഫർമേഷൻസ് അവിടെ എടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോ ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പോർഷൻസ് സജഷൻ ഉണ്ടെങ്കിൽ, ഇതിപ്പോ കുറച്ച് ആൾക്കാർ സജഷൻ പറഞ്ഞൊരു പോർഷൻ ആണ് നമ്മളിപ്പോ വീഡിയോ ചെയ്തത്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് വേറെ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും പോർഷൻസ് ക്ലാസ് ആയിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ കമന്റ്. ഓക്കെ, സോ wait for the next video and also wait for the research officer videos and stay tuned. Please subscribe and wait for the classes. Okay, so നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും താങ്ക്സ്.